അത് പക്ഷെ വയനാട്ടിലെ പുലി ചത്തു. പുലി ചത്തതിന് പിന്നാലെ വയനാടുകാര് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ട MP ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി, പ്രിയങ്ക ഗാന്ധി. സതിൽ ഈ വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ കടുവയും പുലിയും ഒക്കെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നാണ് പതുക്കെയുള്ള ആക്ഷേപം. സത്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? ഇവിടെ രാഹുൽ ഗാന്ധി പോലും നേരിടാത്ത തരത്തിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ മണ്ഡലം സന്ദർശിക്കുന്നില്ല എന്നത് വെച്ചുകൊണ്ട് തന്നെ പ്രിയങ്ക തുടരെയായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രിയങ്കയ്ക്ക് നേരെ ഉണ്ടാകുന്നത് അത് CPM-ന്റെ നേതൃത്വത്തിലാണ് വ്യാപകമായിട്ടുണ്ടാകും. ഇപ്പം ഇന്നലെ തന്നെ പ്രിയങ്ക എത്തിയപ്പോൾ പ്രിയങ്കയെ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. ശരിക്കും കോൺഗ്രസ് പോലൊരു ദേശീയ പാർട്ടിയുടെ ദേശീയ തലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സജീവമായിട്ടുള്ളൊരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വന്നതുപോലെ പോലും രാഹുൽ ഗാന്ധിയും പല ഘട്ടങ്ങളിൽ MP ആയിരുന്നപ്പോഴൊന്നും കേരളത്തിലേക്കോ വയനാട്ടിലേക്കോ ഒന്നും വന്നിട്ടില്ല. എന്നാലും സാഹചര്യത്തെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പലപ്പോഴും രാഹുൽ ഗാന്ധിക്കും ഒപ്പമുള്ള സിസ്റ്റത്തിനും കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പമുള്ള സിസ്റ്റത്തിനും അത്ര കണ്ട് വയനാട് ജനതയെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. ആദർശ്, രാഹുൽ ഗാന്ധി ഒരു പക്ഷേ വയനാട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അത് പാർട്ടിക്കാർക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പാർട്ടി സംബന്ധമായി ചെയ്തു തീർക്കാറുണ്ട്, മറ്റു കാര്യങ്ങൾ. പക്ഷെ പ്രിയങ്ക ഗാന്ധി അങ്ങനെ അല്ല. പ്രിയങ്ക ഗാന്ധിക്ക് പാർട്ടി ഉത്തരവാദിത്തങ്ങളൊന്നും എന്റെ അറിവിലില്ല. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസ്. എത്ര ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അവിടെ ആ പോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാസത്തിൽ 30 ദിവസം ഇവിടെ വേണമെന്ന് പറയുന്നില്ല. ഒരു 15 ദിവസമെങ്കിലും മണ്ഡലത്തിൽ കഴിയാനുള്ള, അല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും മണ്ഡലത്തിൽ എത്താനുള്ള ഒരു മിനിമം മാന്യത പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് വയനാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവി പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട്. ഒരു ജനപ്രതിനിധി കൂടെ നിന്ന് ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ വയനാടിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ ജയിപ്പിച്ചത്? രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട്. ഇവിടെ തൻ്റെ സഹോദരി പ്രിയങ്ക ജയിക്കുകയാണെങ്കിൽ വയനാടിന് ലഭിക്കുക ഒരു MP അല്ല, മറിച്ച് 2 MP-മാരെ ആയിരിക്കും. ഞങ്ങൾ വയനാട്ടിലുണ്ടാകും, ഞങ്ങൾ വയനാട്ടിൽ താമസിക്കും, ഞങ്ങൾ മലയാളത്തിൽ ആളുകളോട് സംവദിക്കും, ഞങ്ങൾ വയനാട്ടുകാരായി മാറുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ളൊരു പ്രസ്താവന രാഹുലിൽ നിന്നുണ്ടായപ്പോഴാണ് പ്രിയങ്കയിൽ നിന്നും ഇത്തരമൊരു സമീപനം ഉണ്ടാവും. വയനാടുകാർ പൊതുവെ അറിയാമല്ലോ, കേരളത്തിലെ ജനങ്ങൾ കുറേയധികം രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ഉറപ്പായിട്ടും അതെ, ഏതു സാഹചര്യത്തിലും രാഷ്ട്രീയം പറയുന്ന സാഹചര്യമുള്ള നാടാണ് കേരളം. അത്രമേൽ പ്രബുദ്ധമാണ്. VS അച്യുതാനന്ദനെയും കരുണാകരനെയും വരെ തോപ്പിച്ചിട്ടുള്ള കേരളം. ഈ വടക്കേ ഇന്ത്യയിലൊക്കെ വല്ലപ്പോഴും ഒക്കെ തിരിഞ്ഞു നോക്കിയാലും അവർക്കത് മതി. അവിടുത്തെ ജനങ്ങൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. കേരളം വികസനത്തിനപ്പുറത്തേക്ക് ജനപ്രതിനിധികളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന നാട് കൂടിയാണ്. രാഹുൽ ഗാന്ധി മണ്ഡലത്തിലില്ല എന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ അവിടെ പരിഗണിക്കപ്പെടുന്നു. അദ്ദേഹം ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്, ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംഘടിപ്പിക്കുന്ന നേതാവാണ്. പ്രിയങ്കയിലേക്ക് വരുമ്പോൾ അത്ര കണ്ട് വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും അവർക്ക് വരുന്നില്ല. രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഓഫീസ് ആ രീതിയിൽ ക്രമീകരിച്ച് സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ്. ടി സിദ്ദിഖ് രാഹുൽ ഗാന്ധിയുടെ ഒരു കുറവിനെ അവിടെ നികത്തി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പ്രിയങ്ക ഗാന്ധി ഇനി അതിൽ തന്നെ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം എത്തുമ്പോൾ CPM കരിങ്കൊടി കാണിക്കുന്നതിന്റെ ഔചിത്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കാതെ കടുവ പിടിച്ചു കൊന്ന സ്ത്രീയുടെ ശവശരീരം അവിടെ കിടക്കുമ്പോൾ പാട്ടും പാടി നടന്നൊരു മന്ത്രിയുള്ള മുന്നണിയുടെ യുവാക്കളാണ് ഈ കരിങ്കൊടി കാണിക്കുന്നതെന്നാണ് ഇതിനകത്തെ. എന്തിനാണ് ഇവര് പ്രിയങ്ക ഗാന്ധിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നത്? പ്രതിഷേധങ്ങളോട് ഒരു അനുകൂലമായ സമീപനം പ്രിയങ്ക എടുക്കുന്നത് വളരെ മികച്ചൊരു ഉദാഹരണമാണ്. കേരളത്തിലെ പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചപ്പോൾ ഉണ്ടായ രക്ഷാപ്രവർത്തനത്തിന്റെ അക്രമങ്ങളുടെയും പരമ്പരയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പ്രിയങ്ക തനിക്ക് മുന്നിൽ നിന്ന പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പം നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തപ്പോൾ രാഹുൽ ഗാന്ധി അന്ന് നടത്തിയൊരു പ്രതികരണമുണ്ട്. അവർ കുട്ടികളല്ലേ, അവർക്ക് തീർച്ചയായിട്ടും പ്രതിഷേധിക്കുവാനുള്ള അവകാശമുണ്ട്. പക്ഷേ പ്രതിഷേധിച്ച രീതി സംബന്ധിച്ച് അവർ ഒരു പുനഃപരിശോധന, എനിക്ക് കുട്ടികളോട് എതിർപ്പില്ല, കുട്ടികളോട് പ്രതികാര നടപടികൾക്കും ഞാനില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ അതേ ശൈലി തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ശൈലിയും രാഹുൽ ഗാന്ധിയുടെ ശൈലിയൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഇടവരാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ജനപ്രതിനിധി എന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറയുന്നുണ്ട് പ്രിയങ്കയെ മണ്ഡലത്തിന് കിട്ടുന്നില്ല. ഇവിടെ പ്രിയങ്ക വരുമ്പോൾ സാധാരണ കോൺഗ്രസ്സുകാരുമായിട്ട് പോലും MP സംവദിക്കുന്നില്ല. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു, വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളോടെ എവിടെങ്കിലുമൊക്കെ സന്ദർശനം നടത്തുന്നു, അവർ അടുത്ത വിമാനത്തിൽ കയറി പോവുകയാണ്. ഇതിനകത്തുള്ള
ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്ന് പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചകളിൽ ഹെഡ്ലൈൻ ന്യൂസായിട്ട് വന്ന സാധനമാണ് എന്താണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി ഇലക്ഷന് മത്സരിച്ച് ജനങ്ങൾ വോട്ടിട്ട് തിരഞ്ഞെടുപ്പെട്ട ഒരു ജനപ്രതിനിധി ആ മണ്ഡലത്തിലേക്ക് എത്തുന്നത് തന്നെ തലക്കെട്ടാകുമ്പോൾ വാർത്തയാകുമ്പോൾ അതിനെങ്ങനെയാണ് നീതീകരിക്കാൻ സാധിക്കുക, ന്യായീകരിക്കാൻ സാധിക്കുക? പണ്ട് ഒരിക്കൽ ഞാൻ വയനാട്ടിൽ പോയതിനാൽ നമ്മുടെ രാഹുൽ ഗാന്ധി വിസിറ്റ് നടത്തുന്നു. അതിനുവേണ്ടി അവിടുത്തെ പോലീസ് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു MP വരുമ്പോൾ ഇത്രയും വലിയ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വന്തം ജനങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടാണ്. അവർക്ക് സുരക്ഷ വേണം, വേണ്ട എന്നല്ല. ഇതെങ്ങനെയാണ് ആഘോഷമായി മാറുന്നത്? ഈ നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും പങ്കെടുക്കുന്നു, അവിടെ ഒരു ആഘോഷമുണ്ടാകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സ്വാഗതം വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പിണറായി വിജയൻ ധർമ്മടത്ത് ചെല്ലുമ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധി അവർ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അത് ചാനലുകളിൽ പത്രങ്ങളിൽ വലിയ വാർത്തയാണ്. ഇത് മാറണ്ടേ? ഇവിടെ പ്രിയങ്കയ്ക്ക് ലഭിക്കുന്ന അംഗീകാരവും സുരക്ഷയൊന്നും പ്രിയങ്ക എന്ന വ്യക്തിയിലോ പ്രിയങ്ക എന്ന കോൺഗ്രസ് നേതാവിലോ ഉയർന്നുകൊണ്ടല്ല. മുൻ പ്രധാനമന്ത്രിയുടെ മകൾ എന്നതും മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൾ എന്നുള്ള വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവർക്ക് ഒരുക്കേണ്ടതായിട്ട് വരും. സുരക്ഷയും കാര്യങ്ങളും ഓരോ ഒരുക്കിക്കോട്ടെ, അതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ ഒരു MP മണ്ഡലം സന്ദർശിക്കുമ്പോൾ വാർത്തയാകുന്നതിനെ പറ്റി പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നു, ഞാൻ സമ്മതിക്കുന്നു. മാധ്യമങ്ങൾ കുറെയൊക്കെ ജാഗ്രത അല്ലെങ്കിൽ അവരുടെ ശൈലിയാണ് മാറ്റേണ്ടത്. അത്ര കണ്ട് കാടിടക്കി വെടിവെച്ചൊന്നുമല്ല പ്രിയങ്ക കേരളത്തിലേക്ക് വരുന്നത്. കോൺഗ്രസിലെ മറ്റ് ദേശീയ നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാവരുമായും സംവദിക്കുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്ന രണ്ട് ആളുകളാണ് പ്രിയങ്കയും രാഹുലും. ഇന്ദിരാഗാന്ധിയെ പോലെ പലപ്പോഴും രാഹുലും പ്രിയങ്കയൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് സെക്യൂരിറ്റി ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കാണ്. കാരണം അവരാരും പറയുന്നിടത്ത് നിൽക്കുന്ന നേതാക്കളല്ല രാഹുലും പ്രിയങ്കയും. അതൊക്കെ സമ്മതിക്കുന്നു. എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പൊതുസമൂഹം ഉയർത്തുന്ന ഒരു പ്രശ്നം ഈ CPM കൊടി കാണിച്ചതിനെ ഞാൻ എതിർക്കുന്നത് പോലെ തന്നെ ഇവരെ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും ഒരു 10 ദിവസമെങ്കിലും സ്വന്തം മണ്ഡലത്തിൽ കഴിയാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനായിരുന്നു ഈ ജനാധിപത്യ പ്രഹസനം എന്ന ചോദ്യം ബാക്കി. അവിടെ രാഹുലേട്ടൻ പറയുന്നത് പോലെ പാർട്ടിക്കാർക്കും പൊതുജനങ്ങൾക്കും അവരുടെ MP-യെ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു വാസ്തവം തന്നെയാണ്. അപ്പോഴുമുള്ള ചില പരിമിതികളെ പരിഗണിക്കാതെ നമ്മൾ കാടടച്ച് എന്തും പറയാനുള്ള ഒരു ഇതായിട്ട് ഇതിനെ കാണരുത്. കാരണം സാധാരണ ഒരു MP കേരളത്തിലെ മറ്റ് 19 MP-മാരെയും പോലെയുള്ള ഒരു MP അല്ല പ്രിയങ്ക ഗാന്ധി എന്നുള്ളത് നമ്മൾ കുറച്ച് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങൻ്റെ ഭാഗത്തോട് എത്ര കണ്ട് യോജിക്കുമെന്ന് അറിയില്ലെങ്കിലും നമ്മൾ അത്തരത്തിൽ കൂടി അവർ കോൺഗ്രസ് പോലെയുള്ള ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു രക്തസാക്ഷി കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഒഴുക്കുന്ന സുരക്ഷ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പ്രിവിലേജുകൾ പലപ്പോഴും ജനങ്ങളിലേക്ക് നേരിട്ടുന്നതിന് പല ഘട്ടങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയേക്കാൾ ഉയർന്ന പോസ്റ്റാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടേത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിലുണ്ട്. മാസത്തിൽ 10-15 ദിവസം KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അതേപോലെ ഒരു കാര്യം ന്യായമാണ്. മുത്തശ്ശി മരണപ്പെട്ട, അച്ഛൻ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട, രാജ്യത്തിന് വേണ്ടി ബലി കഴിക്കപ്പെട്ട ജീവിതങ്ങളുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് അതിൻ്റെതായ പ്രിവിലേജ് ഉണ്ട്. ആ കുടുംബത്തിന് അതിൻ്റെതായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നോക്കണം, വേണ്ട എന്നല്ല. പക്ഷേ ഇത്തരം ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെ ചേർത്ത് പിടിക്കാൻ, ദുരന്തങ്ങൾ കഴിയുമ്പോൾ മാത്രം എത്തുന്ന ഒരു MP ആകാതെ കുറച്ചുകൂടി ഒരു പ്രശ്നമുണ്ട് എന്നറിയുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് പറന്നിറങ്ങാനുള്ള സമയം നമുക്കറിയാം. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പറയാതിരിക്കാൻ സാധിക്കില്ല, ഇവര് വരരുത് എന്നാണ് അവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ. കാരണം ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടാകുന്നു. വയനാട് ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നരേന്ദ്രമോദി ആയാലും പിണറായി വിജയൻ ആയാലും രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും അവിടേക്ക് വരുമ്പോൾ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ ക്രോഡീകരിക്കേണ്ടുന്ന ദുരന്ത നിവാരണ സേനയ്ക്കും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലീസ് സംവിധാനങ്ങൾക്കൊക്കെ ഇവരുടെ സുരക്ഷ കൂടി ഒരുക്കേണ്ടുന്ന ഒരു അധിക ചുമതലയിലേക്ക് പോകുന്നത് നമ്മൾ കാണും. ഇവിടെ പ്രിയങ്കയേക്കാൾ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് കോൺഗ്രസിന്റെ സംവിധാനമാണ്. കോൺഗ്രസിന്റെ സംവിധാനമാണ് പ്രിയങ്ക ഇവിടെ വരേണ്ടതിന്റെ അനിവാര്യതയെ പറ്റി ദേശീയ നേതൃത്വത്തോടും പ്രിയങ്കയോടും അവതരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പരിശ്രമം ഇവിടുത്തെ നേതൃത്വം നടത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുക.